ओम नमो भगवते वासुदेवाय। 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 हरे कृष्ण। श्रीमद् भागवतम 10 स्कंदम परमश्रेयस अध्याയം 15 ധേനുകാസുരവധം ശ്ലോകം 36 മുതൽ 43. ശ്ലോകം 46. തഥാ കൃഷ്ണം ച രാമം ച ജ്ഞാതയോ ധേനുകസ്യ യേ കോഷ്ടാരോ അഭ്യവദ്രൻ സർവേ സംരബ്ധാ ഹതബാന്ധവാ. തഥാ കൃഷ്ണം ച രാമം ച ജ്ഞാതയോ ധേനുകസ്യ യേ കോഷ്ടാരോ അഭ്യദ്രവൻ സർവേ സംരബ്ധാ ഹതബാന്ധവാ. തഥാ കൃഷ്ണം ച രാമം ച ജ്ഞാതയോ ധേനുകസ്യ യേ ക്രോഷ്ടാരോ അഭ്യദ്രവൻ സർവേ സംരബ്ധാ ഹതബാന്ധവാ. श्रमाजी। हरे कृष्ण प्रभु जी। तद कृष्णं च रामं च जादायो धेनुकस्य ये क्रोष्टारोभ्य द्रवन् सर्वे संरब्धा हतबान्धवा. पदानुपदार्थं तथा अनन्तरं कृष्णं कृष्णभगवान् च രാമം ച ഭഗവാൻ രാമനും ജ്ഞാതയ അടുത്ത കൂട്ടുകാർ ധേനുകസ്യ ധേനുകന്റെ ഏതൊരുവൻ ക്രോഷ്ടാര ഗർദ്ധപങ്ങൾ അഭ്യദ്രവൻ ആക്രമിച്ചു സർവേ എല്ലാം സംരബ്ധ കോപിച്ചവരായി ഹതാബാന്ധവ ബന്ധുഹനിക്കപ്പെട്ടതിനാൽ. വിവർത്തനം: ധേനുകാസുരന്റെ അടുത്ത ബന്ധുമിത്രാദികളായ ഗർദഭങ്ങൾ അവൻ മരിച്ചത് കണ്ട് കോപിഷ്ഠരായി രാമനെയും കൃഷ്ണനെയും ആക്രമിക്കാനായി ഓടിയെടുത്തു. ഭാവാർത്ഥം: ശ്രീ A.C. ഭക്തിവേദാന്ത സ്വാമി ശ്രീലാ പ്രഭുപാദ് മഹാരാജ് കി ജയ് ഹോ. ഈ ശ്ലോകത്തെക്കുറിച്ച് ശ്രീല സനാതന ഗോസ്വാമി കുറിച്ചിരിക്കുന്ന ഭാവാർത്ഥം ഇതാണ്: ഗർദഭരൂപിയായ അസുരന്മാർ ആദ്യം ശ്രീകൃഷ്ണനെയും പിന്നെ ബലരാമനെയും കൃഷ്ണം ച രാമം ച ആക്രമിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബലരാമന്റെ ശൗര്യം കണ്ടതിനാൽ ആദ്യം ശ്രീകൃഷ്ണനെ ആക്രമിക്കുന്നതാണ് ബുദ്ധി എന്ന് അസുരന്മാർ കരുതിയിട്ടുണ്ടാകാം. അതൊരു കാരണം. ജ്യേഷ്ഠനോടുള്ള സ്നേഹം കാരണം ശ്രീകൃഷ്ണൻ ബലരാമന്റെയും ഗർദഭാസുരന്മാരുടെയും നടുവിൽ കയറി നിന്നതാകാം മറ്റൊരു കാരണം. കൃഷ്ണം ച രാമം ച എന്ന വാക്കുകളിൽ നിന്ന് ബലരാമൻ അനുജനോടുള്ള പ്രിയം കൊണ്ട് ശ്രീകൃഷ്ണന്റെ അരികിലേക്ക് പോയി എന്നും അനുമാനിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ടെക്സ്റ്റ് 37. താം സ്ഥാൻ ആപതത കൃഷ്ണോ രാമശ്ച നൃപലീലയാ ഗൃഹീതാം പശ്ചാച്ചരണാൻ പ്രഹൃണീതോ തൃണരാജസു. താൻ ആപതത കൃഷ്ണോ രാമശ്ച നൃപലീലയാ ഗൃഹീതാ പശ്ചാച്ചരണാൻ പ്രഹിഷ്ണോ കൃഷ്ണരാജസു. താം സ്ഥാൻ ആപതത കൃഷ്ണോ രാമശ്ച നൃപലീലയാ ഗൃഹീതാ പശ്ചാച്ചരണാൻ പ്രഹൃണോ കൃഷ്ണരാജസു. രമണിമാജി. ഹരേ കൃഷ്ണ പ്രഭു. പദാനുപദാർത്ഥം: താൻ ഓരോന്നായി എല്ലാവരെയും ആപതഃ ആക്രമിക്കുന്ന കൃഷ്ണ രാമഃ ച കൃഷ്ണനും ശ്രീകൃഷ്ണനും രാമനും നൃപ അല്ലയോ രാജാവേ ലീലയ കളിയായിട്ട് ഗൃഹീത പിടിച്ച് പശ്ചാച്ചരണാൻ പിൻകാലുകൾ പ്രാഹിണോത്ത് തൃണരാജസു പനകളിലേക്ക്. സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഹേ രാജൻ, അസുരന്മാർ ആക്രമിച്ചപ്പോൾ ശ്രീകൃഷ്ണനും ബലരാമനും അനായാസം അവരെയെല്ലാം ഒന്നൊന്നായി അവരുടെ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ശ്ലോകം 38. ഫലപ്രകര സങ്കീർണം ദൈത്യവർഗൈ ഗദാസുഭി രാജാഭൂം സദാലാഗ്രേ ഗണൈ ഇവ നവസ്ഥലം. ഫലപ്രകാര സങ്കീർണം
दैत्यदेहैर्गदासुभिः रराजभू स तालाग्रे घनैरिवा नभस्थलम् फलप्रकार संकीर्णं दैत्या देहैर्गदासुभिः रराजभूत स तालाग्रे घनैरिवा नभस्थलम्. गीतामाजी. गीता माता जी. जय श्री माता जी. हरे कृष्ण प्रभु जी. नमो देहैर्गदासुभिः रराजभूसतालाग्रैर्घनैरिव नभस्थलम् ദൈത്യദേഹൈഹി അസുരന്മാരുടെ ശരീരങ്ങളോടുകൂടി ഗദാസുഭിഹി ജീവനില്ലാത്ത രരാജ ശോഭിച്ചു ഭൂഹു ഭൂമി സതാലാഗ്രേഹി പനകളുടെ മുകൾ ഭാഗങ്ങളാൽ ഖനൈഹി മേഘങ്ങൾ കൊണ്ട് ഇവ പോലെ നഭഹാതലം ആകാശം. വിവർത്തനം: പഴങ്ങളുടെ കൂനകൾ കൊണ്ടും ചത്തുകിടക്കുന്ന അസുരന്മാരുടെ ദേഹങ്ങൾ കൊണ്ടും പനമരങ്ങളുടെ ഒടിഞ്ഞ തലപ്പുകളാൽ കൂട്ടിപ്പിണഞ്ഞ ആ വനഭൂമി മേഘങ്ങൾ നിറഞ്ഞ ആകാശം പോലെ ശോഭിച്ചു. ഭാവാർത്ഥം: ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. അസുരന്മാരുടെ ശരീരങ്ങൾ കാർമേഘങ്ങൾ പോലെ കറുത്തും അവയിൽ നിന്ന് ധാരാളമായി ഒഴുകിയ രക്തം ചെമ്മേഘങ്ങൾ പോലെ ചുവന്നും കാണപ്പെട്ടു എന്നും ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ അഭിപ്രായപ്പെടുന്നു. അങ്ങനെ ആ ദൃശ്യം അതിമനോഹരമായിരുന്നു. രാമനെയും കൃഷ്ണനെയും പോലുള്ള വിവിധ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന പരമദിവ്യോത്തമ പുരുഷൻ എപ്പോഴും അതീന്ദ്രിയനാണ്. അദ്ദേഹം അതീന്ദ്രിയ ലീലകൾ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഫലം എപ്പോഴും അതീന്ദ്രിയവും മനോഹരവുമായിരിക്കും. ദുർവാശിക്കാരായ ഗർദഭ അസുരന്മാരെ കൊല്ലുന്നത് പോലുള്ള ഘോരപ്രവൃത്തികൾ അനുഷ്ഠിക്കുമ്പോൾ പോലും അങ്ങനെ തന്നെ ആയിരിക്കും. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശ്ലോകം 39. തയോസ്തത്സു മഹത് കർമ്മ നിശമ്യ വിബുധാദയാ മൂച്ചു പുഷ്പവർഷാണി ചക്രുർവാദ്യാനി തുഷ്ടു. തയോസ്തത്സു മഹത് കർമ്മ നിശമ്യ വിബുധാദയഃ മുമുച്ചു പുഷ്പവർഷാണി ചക്രുർവാദ്യാനി തുഷ്ടുഷു. തയോസ്തത്സു മഹത് കർമ്മ നിശമ്യ വിബുധാദയാ മുമുച്ചു പുഷ്പവർഷാണി ചക്രുർവാദ്യാനി തുഷ്ടു. ഹരേ കൃഷ്ണ. യെസ്. തയോ രണ്ട് സഹോദരരുടെ തത് ആ സുമഹത് ഏറ്റവും മഹത്തായ കർമ്മ പ്രവൃത്തി നിശമ്യ കേട്ടിട്ട് വിബുധ ആദയ ദേവന്മാരും മറ്റും മഹാന്മാരും മുമുച്ചു വർഷിച്ചു പുഷ്പവർഷാണി പുഷ്പവൃഷ്ടികളെ ചക്രു ചെയ്തു വാദ്യാനി വാദ്യങ്ങളെ തുഷ്ടുവും വന്ദിച്ചു. വിവർത്തനം: ഈ രണ്ട് സഹോദരന്മാരുടെ വിശിഷ്ടമായ പ്രവൃത്തി കേട്ടിട്ട് ദേവന്മാരും മറ്റു മഹാന്മാരും പുഷ്പവൃഷ്ടി ചൊരിയുകയും വാദ്യഘോഷങ്ങൾ മുഴക്കി സ്തുതിക്കുകയും ചെയ്തു. ഭാവാർത്ഥം: ശീല ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. താലവനത്തിലെ അതിശക്തരായ ഗർദഭാസുരന്മാരെ അപൂർവമായ വേഗത്തിലും അനായാസമായും കൃഷ്ണ ബലരാമന്മാർ കൊന്നൊടുക്കിയ രീതി കണ്ട് ദേവന്മാരും മഹാമുനികളും അത്ഭുതവും ആനന്ദ നിർവൃതിയും അനുഭവിച്ചു എന്ന് ശ്രീല സനാതന ഗോസ്വാമി അഭിപ്രായപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 40. അഥാ താലഫലാന്യാദാൻ മനുഷ്യഗതാ സാധ്വസാം തൃണം വാ പശവശ്ചേരോർഹതധേനുകാനനേ. അഥ താലഫലാനി ആദൻ മനുഷ്യ ഗതസാധ്വസാം തൃണം ച പശവശ്ചേരോ ഹതധേനുകാനനേ. അഥ താലഫലാനി ആദൻ മനുഷ്യ ഗതസാധ്വസാം തൃണം ച പശവശ്ചേരോ ഹതധേനുകാനനേ. വസുപുഷ്പവും. അതാല ഫലാന്യാദാൻ മനുഷ്യഗതസാദസ തൃണം ച പശവഞ്ചേരുർ ഹതധേനുകാനനേ. പ്രധാന പദാർത്ഥം: അതാ എന്നിട്ട്, താലഫലാനി പനംപഴങ്ങൾ, ആദൻ ഭക്ഷിച്ചു, മനുഷ്യർ ഗതസാധ്വസ
ഭയമകന്നവരായ തൃണം പുല്ലിൽ, ച പശവ മൃഗങ്ങൾ, ചേരു മേഞ്ഞു, ഹത കൊല്ലപ്പെട്ട, ധേനുകന്റെ, കാനനെ കാട്ടിൽ. വിവർത്തനം ശ്രീല പ്രഭാത് മഹാരാജ്ക്ക് ജയ്. ധേനുകൻ കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് യഥേഷ്ടം ആ കാട്ടിൽ കടന്നു വരാമെന്നായി. ഭയരഹിതരായി അവർ പനമ്പഴങ്ങൾ ഭുജിച്ചു തുടങ്ങി. പശുക്കൾക്കും സ്വതന്ത്രരായി അവിടെ പുല്ലിൽ മേഞ്ഞു നടക്കാൻ കഴിഞ്ഞു. ഭാവാർത്ഥ ശീല ഭക്തി വേദാന്ത സ്വാമി ശീല പ്രഭാത് മഹാരാജ് കി ജയ്. താണവർഗത്തിൽപ്പെട്ട പുളിന്തന്മാരും മറ്റു പനമരങ്ങളുടെ പഴങ്ങൾ കഴിച്ചുവെന്ന് ആചാര്യന്മാർ പറയുന്നു. പക്ഷേ കൃഷ്ണന്റെ മിത്രങ്ങളായ ഗോപബാലന്മാർക്ക് ആ പഴങ്ങൾ ഗർദഭങ്ങളുടെ രക്തം പുരണ്ടവയായതിനാൽ അനഭികാമ്യങ്ങളായിത്തീർന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 41. കൃഷ്ണ കമലപത്രാക്ഷ പുണ്യശ്രവണ കീർത്തന സ്തൂയമാനോ അനുഗീർഗോപേ സാഗ്രജോ വ്രജം ആവ്രജ. കൃഷ്ണ കമലപത്രാക്ഷ പുണ്യശ്രവണ കീർത്തന സ്തൂയമാനോ അനുഗീർഗോപി സാഗ്രജോ വ്രജമാവ്രജ. കൃഷ്ണ കമലപത്രാക്ഷ പുണ്യശ്രവണ കീർത്തന സ്തൂയമാനോ അനുഗീർഗോപേ സാഗ്രജോ വ്രജമാവ്രജ. ശ്രീമാജി. ഹരേ കൃഷ്ണ പ്രഭുജി. കൃഷ്ണ കമലപത്രാക്ഷ പുണ്യശ്രവണ കീർത്തന സ്തൂയമാനോനുഗർഗോപേ സാഗ്രജോ വ്രജമാവ്രജത്. പദാനുപദാർത്ഥം. കൃഷ്ണ ഭഗവാൻ കമലപത്രാക്ഷ താമരപ്പൂവിതാൾ പോലുള്ള നയനങ്ങളോട് കൂടിയവൻ, പുണ്യശ്രവണ കീർത്തന ശ്രവിക്കുന്നതും കീർത്തിക്കുന്നതും പുണ്യകരമായ, സ്തൂയമാന സ്തുതിക്കപ്പെടുന്നവനുമായി, അനുഘൈ അനുചരന്മാരാൽ, ഗോപബാലന്മാർ, സാ അഗ്രജ ജ്യേഷ്ഠനായ ബലരാമനോട് കൂടി, വ്രജം ഗോകുലത്തെ ആവ്രജത് പ്രാപിച്ചു. വിവർത്തനം. ശ്രവിക്കാനും കീർത്തിക്കാനും പുണ്യവത്തായ മഹാതത്വങ്ങളുള്ളവനുമായ അരവിന്ദ നയനായ ശ്രീകൃഷ്ണൻ ജ്യേഷ്ഠനായ ബലരാമനോടൊത്ത് വ്രജത്തിലേക്ക് മടങ്ങി. വഴിനീളെ ശ്രീകൃഷ്ണന്റെ വിശ്വസ്തനാനുചരന്മാരായ ഗോപബാലന്മാർ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. ഭാവാർത്ഥം. ശ്രീ ഭക്തി വേദാന്ത സ്വാമി ശിലാപ്രഭു മഹാരാജ് ശിക്ഷകണം കീജെ. ശ്രീകൃഷ്ണന്റെ മഹത്വം പ്രകീർത്തിക്കുമ്പോൾ അത് കീർത്തിക്കുന്നവരും ശ്രവിക്കുന്നവരും നിർമ്മലരായ ഭക്തന്മാരായിത്തീരുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശ്ലോകം 42. തം ഘോരജസ്ഫുരിതകുണ്ടലബദ്ധബാഹ വന്യപ്രസൂന രുചിരേക്ഷണ ചാരുഹാസം വേണും കുണന്തം അനുഗീർവഗീതകീർത്തം ഗോപ്യോ ദിദിക്ഷോ ദൃശോ അഭ്യഗമൻ സമേത. താം ഘോരജസ്ഫുരിതകുണ്ടലബദ്ധബാഹ വന്യപ്രസൂന രുചിരേക്ഷണ ചാരുഹാസം വേണും കുണന്തം അനുഗീർവഗീതകീർത്തിം ഗോപ്യോ ദിദിക്ഷദാദൃശോ അഭ്യഗമൻ സമേത. തം ഘോരജസ്ഫുരിതകുണ്ടലബദ്ധബർഹ വന്യപ്രസൂന രുചിരേക്ഷണ ചാരുഹാസം വേണും കുണന്തം അനുഗീർവഗീതകീർത്തിം ഗോപ്യോ ദിദിക്ഷദാദൃശോ അഭ്യഗമൻ സമേത. രമണിമാജി. ഹരേ കൃഷ്ണ പ്രഭു. പദാനുപദാർത്ഥം. തം അദ്ദേഹത്തെ ശ്രീകൃഷ്ണനെ, ഘോരജഹ പശുക്കൾ ഉയർത്തുന്ന പൊടി, ചുരിത പുരണ്ട, ഉന്തള തലമുടി ചുരുളുകൾ, ബദ്ധ വെച്ചിരിക്കുന്ന, ബർഹ മയിൽപീലി, വന്യപ്രസൂന വനകുസുമങ്ങൾ, രുചിര ഈക്ഷണ മനോഹരമായ കണ്ണുകൾ, ചാരുഹാസം മനോഹരമായ പുഞ്ചിരി, വേണും അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ, കൊണന്തം ശബ്ദിപ്പിച്ചുകൊണ്ട്, അനുഗൈഹി ഒപ്പം നടക്കുന്നവരാൽ, ഉപഗീത കീർത്തിയോടും, ഗോപ്യഹ ഗോപികമാർ, ദിദൃക്ഷിത കാണാൻ കൊതിക്കുന്ന, ദൃശഹ അവരുടെ കണ്ണുകൾ, അഭ്യഗമൻ മുന്നോട്ട് വന്നു, സമേതാഹ ഒന്നിച്ച്. വിവർത്തനം. ശ്രീഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. പശുക്കൾ ഉയർത്തിയ പൊടി നിറഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാന്റെ തലമുടി മയിൽപീലിയാലും വനകുസുമങ്ങളാലും അലങ്കൃതമായിരുന്നു. കൂട്ടുകാർ ഭഗവാന്റെ ആപദാനങ്ങൾ വാഴ്ത്തിപ്പാടവേ ശ്രീകൃഷ്ണൻ വേണു ഊതിക്കൊണ്ട് മനോഹരമായി കടാക്ഷിക്കുകയും
മധുരമായി മന്ദഹസിക്കുകയും ചെയ്തു. ഭഗവാനെ കാണാൻ കൊതിക്കുന്ന കണ്ണുകളോടെ ഗോപികമാർ ഒന്നിച്ച് ഭഗവാനെ എതിരേൽക്കുവാൻ മുന്നോട്ട് വന്നിരുന്നു. ഭാവാർത്ഥം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഗോപി പുറമേക്ക് വിവാഹിതകളായ പെൺകൊടികളായിരുന്നു. സ്വാഭാവികമായും അവർക്ക് ശ്രീകൃഷ്ണനെ പോലെ സുന്ദരനായ ഒരു ആൺകുട്ടിയെ പ്രേമപൂർവ്വം വീക്ഷിക്കുവാൻ ലജ്ജയും ഭയവും തോന്നും. പക്ഷേ ശ്രീകൃഷ്ണൻ പരമ ദിവ്യതമ കൃഷ്ണൻ എല്ലാ ജീവാത്മാക്കളും അദ്ദേഹത്തിന്റെ ശാശ്വത സേവകരുമാണ്. അതിനാൽ മഹാത്മാക്കളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധ ഹൃദയരായ ഗോപികമാർ മുന്നോട്ട് വന്ന് സുന്ദരനായ ശ്രീകൃഷ്ണന്റെ ദർശനം നേടി പ്രേമദാഹത്താൽ വലയുന്ന തങ്ങളുടെ കണ്ണുകൾക്ക് തൃപ്തി നൽകാൻ മടിച്ചില്ല. അവർ ഭഗവാന്റെ വേണുവിൽ നിന്നും ഉതിരുന്ന മധുരനാദവും അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ വശ്യമായ സുഗന്ധവും ഒപ്പം ആസ്വദിച്ചു. ഹരേ കൃഷ്ണ. കൃഷ്ണ. ശ്ലോകം 43. പീത്വാ മുകുന്ദമുഖ സാരകം അക്ഷിഭൃംഗസ് താപം ജഹു വിരഹജം വ്രജയോഷിതോഹ്നീം തത്സത്പ്രീതിം സമാധിഗമ്യ വിവേശഗോഷ്ഠാം സവൃദാഹാസ വിനയം യദപാംഗമോക്ഷം. പീത്വാ മുകുന്ദമുഖ സാരകം അക്ഷിഭൃംഗേസ് താപം ജഹു വിരഹജം വ്രജയോഷിതോഹ്നീം തത്സത്കൃതിം സമാധിഗമ്യ വിവേശഗോഷ്ഠിം സവൃദഹാസാ വിനയാം യത് അപാംഗമോക്ഷം. പീത്വാ മുകുന്ദമുഖസാരകം അക്ഷിഭൃംഗേസ് താപം ജഹു വിരഹജം വ്രജയൂഷിതോഹ്നീം തത്സത്കൃതിം സമാധിഗമ്യ വിവേശ ഗോഷ്ഠം സവൃദഹാസവിനയം യത് അപാംഗമോക്ഷം. ഗീതാമാതാജി. ഹരേ കൃഷ്ണ. പീത്വ പാനം ചെയ്തിട്ട്, മുകുന്ദന്റെ മുഖത്തെ, സാരകം തേൻ, അക്ഷി ഭൃംഗൈ വണ്ടുകൾ പോലുള്ള കണ്ണുകളാൽ, താപം ദുഃഖം, ജുഹു ഉപേക്ഷിച്ച്, വിരഹജം വേർപാടു മൂലമുള്ള, വ്രജയോഷിത വ്രജത്തിലെ സ്ത്രീകൾ, അഹ്നി പകൽ വേളയിൽ, തത് സത്കൃതി ബഹുമാനം അർപ്പിക്കൽ, സമധിഗമ്യ പൂർണ്ണമായി സ്വീകരിച്ചിട്ട്, വിവേശ അദ്ദേഹം പ്രവേശിച്ചു, ഗോഷ്ഠം ഗോപഗ്രാമം, സവ്രീഡ ലജ്ജയോടെ, ഹാസ ചിരി, വിനയം, യദ് ഏതൊന്ന്, അപാംഗ കടക്കണ്ണുകൊണ്ടുള്ള നോട്ടം, മോക്ഷം മോചനം, വിവർത്തനം വിവർത്തനം വണ്ടുകൾ കൊണ്ട് ഗോപസ്ത്രീകൾ ശ്രീകൃഷ്ണന്റെ മധുരവദനത്തിന്റെയും മധു നുകർന്നു. അങ്ങനെ പകൽ മുഴുവൻ കൃഷ്ണനെ വേർപിരിഞ്ഞിരുന്നതുകൊണ്ട് അവൻ അനുഭവിച്ച ദുഃഖം അവർ ശമിപ്പിച്ചു. ആ യുവതികളായ ഗോപികമാർ ലജ്ജയും പുഞ്ചിരിയും വിനയവും നിറഞ്ഞ കടക്കൺ നോട്ടങ്ങൾ പ്രഭുവിന്റെ മേൽ അർപ്പിച്ചു. ശ്രീകൃഷ്ണനാകട്ടെ ആ നോട്ടങ്ങളെ വേണ്ടും വിധമുള്ള ബഹുമാന അർപ്പിക്കലായി സ്വീകരിച്ചുകൊണ്ട് ഗോകുലത്തിൽ പ്രവേശിച്ചു. ഭാവാർത്ഥം ശ്രീല ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. കൃഷ്ണ പരമദിവ്യോത്തം പുരുഷൻ എന്ന ഗ്രന്ഥത്തിൽ ശ്രീല പ്രഭുപാദർ ഈ രംഗം ഇങ്ങനെ വർണ്ണിക്കുന്നു. വൃന്ദാവനത്തിലെ എല്ലാ ഗോപികമാരും കൃഷ്ണന്റെ അഭാവം കാരണം അസന്തുഷ്ടരായിരുന്നു. വനത്തിലും മേച്ചിൻപുറങ്ങളിലും പശുക്കളെ മേയ്ക്കുകയായിരുന്ന കൃഷ്ണനെ കുറിച്ചായിരുന്നു പകൽ മുഴുവനും അവരുടെ ചിന്ത. കൃഷ്ണൻ മടങ്ങി വരുന്നത് കണ്ടതോടെ അവരുടെ ഉത്കണ്ഠകളെല്ലാം വിട്ടകന്നു. താമര പൂന്തേനിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന തേനീച്ചകളെ പോലെ അവർ അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ ദൃഷ്ടി ഉറപ്പിച്ചു. കൃഷ്ണൻ ഗ്രാമത്തിൽ പ്രവേശിച്ചതോടെ കുമാരിമാർ പുഞ്ചിരി തൂകുകയും ഒട്ടിച്ചിരിക്കുകയും ചെയ്തു. കൃഷ്ണൻ ഓടക്കുഴൽ ഊതിക്കൊണ്ട് ഗോപികമാരുടെ പുഞ്ചിരിക്കുന്ന കൃഷ്ണൻ പ്രേമകാര്യങ്ങളിൽ പരമവിദഗ്ധനാണ്. അദ്ദേഹം വൃന്ദാവനത്തിലെ ഇടയ പെൺകുട്ടികളുമായി പ്രേമഭാവങ്ങൾ വിദഗ്ധമായി പങ്കുവച്ചു. പരിശുദ്ധയായ ഒരു പെൺകുടി പ്രേമത്തിലാകുമ്പോൾ കാമുകനെ വീക്ഷിക്കുക ലജ്ജയോടെയും ആഹ്ലാദത്തോടെയും വിധേയത്വത്തോടെയുമായിരിക്കും. കാമുകൻ തൃപ്തിയോടെ ആ നോട്ടം പ്രേമനിവേദ്യമായി ഏറ്റുവാങ്ങുമ്പോൾ അവളുടെ ഹൃദയം സന്തോഷത്താൽ നിറയുന്നു. ഇതുതന്നെയാണ് സുന്ദരനായ യുവാവായ കൃഷ്ണനും വൃന്ദാവനത്തിലെ സ്നേഹമയികളായ ഇടയ പെൺകുടികളും തമ്മിൽ നടന്ന പ്രേമപൂർവമായ വ്യവഹാരങ്ങൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ.
श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुन् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन्निधि नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिसिद्धान्त सरस्वती नामिने श्रीवाषभानवी देवी दैत्याय कृपाब्धये कृष्णसम्बन्धविज्ञानदायिने प्रभवे नमः माधुर्योजलप्रेमाढ्यारूपानुगा भक्तिदा गौरशक्तिस्वरूपाय रूपम् नमस्ते गौरवाणी श्रीमूर्तये दीनतारिणे रूपानुगा विरतपसिद्धान्तद्वन्द्वहारिणे नमो गौरकिशोराय साक्षात् वैराग्यमूर्तये विप्रलम्बरसाम्बोधे पादाम्बुजे ते नमः नमो भक्तिविनोदाय सच्चिदानन्दनामिने गौरशक्तिस्वरूपाय रूपानुगवराय ते गौराविर्भवभूमिस्थं निर्दिष्ट सज्जनप्रिया वैष्णव सार्वभौमो श्रीजगन्नाथाय ते नमः श्रीरूपासनादना भट्टरघुनाथ श्रीरूपासनादना भट्टरघुनाथ श्रीजीवा गोपाल भट्ट श्रीजीव गोपाल भट्टादासार्य विचाय घोषाय पुरी चरण बंधन जामोद विज्ञानाश अभीष्ट पूरण वाचा कल्पद्रुवश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः नमो महाधन्याय कृष्ण प्रेम प्रदायते कृष्णाय कृष्ण चैतन्य नाम्ने गौरत्विषे नमः पंचतत्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम् हे कृष्ण करुणा हे सिन्धो कृष्ण दीनबन्धो जगल्पते गोपेश गोपिका कान्ता राधा कान्ता नमस्ते जय राम सर्वोत्तमदेर्गदे मत्सर्वस्वदां भोजो राधा मदन मोहन दिव्या वृन्दारण्यकल्पतिमदां श्रीमद्नागरसिंहासनस्थौ श्रीमद्राधा शीलगोविन्ददेवं श्रैष्ठालिभिः सेव्यमानो स्मरामि श्रीमन् रसरसारम्भिवं श्रीमडतलस्थितः कर्षन् वेणुस्वने भूमि गोपीनाथ श्रीकृष्ण तप्तकाञ्चन राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभु जय श्री नित्यानंद कृष्ण श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण तदा कृष्णं च रामं च ज्ञादयो धेनुगस्यते प्रोष्ठारो अभ्यदवत् सर्वे संरब्धा हतबान्धवान्. The other as demons, close friends of Dhenugasura, were enraged upon seeing death, and thus they all immediately ran to attack Krishna and Balrama. ഏതാനും നിമിഷത്തിനുള്ളിൽ ശ്രീ ബലരാമൻ വളരെ ബലിഷ്ഠശാലിയായിട്ടുള്ള ധേനുകാസുരനെ നിസ്സാരമായിട്ട് വധിച്ചു. അപ്പോൾ ഇത് കണ്ടിട്ട് ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ അതായത് ധനുകാസനന്റെ സഹായികൾ അവരും ഇതേപോലെ നമുക്കറിയാം കഴുതയുടെ വേഷമുള്ള ആൾക്കാരാണ്. കഴുത രൂപത്തിലുള്ള രാക്ഷസന്മാരാണ് അവര് ഇത് കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യം വന്നു. തൻ്റെ യജമാനെ ചെറിയൊരു ബാലൻ വന്ന്
വളരെ നിസ്സാരമായിട്ട് വധിച്ചല്ലോ എന്ന് വിചാരിച്ചവരെ ഭയങ്കര ദേഷ്യം കണ്ടു. അപ്പോൾ അത് ആലോചിച്ചിരുന്നില്ല അവിടെ എന്തുകൊണ്ട് ചെറിയ കുട്ടി ചെയ്യാൻ പറ്റിയത്, അങ്ങനെ ആലോചിക്കുന്നില്ല. ഭയങ്കര ദേഷ്യം ക്രോധം വന്നപ്പോൾ കണ്ണു മൂക്കില്ല, നേരെ അറ്റാക്ക് ചെയ്യാൻ. വേറെത്തരത്തിൽ പറഞ്ഞാൽ ഒരു ക്ഷത്രിയ സ്വഭാവം ആകാം പ്രകടനം, കാരണം ഭയപ്പെട്ടിട്ട് മാറി നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഇത് വളരെ അസാധാരണമായ രീതിയിലുള്ള വധമായിരുന്നു. അപ്പോൾ അത് അവരെ ചിന്തിച്ചില്ല. പക്ഷേ അവർ നേരെ അറ്റാക്ക് ചെയ്തു ബലരാമനെയും കൃഷ്ണനെയും. അപ്പോൾ ഇവിടെ ശ്ലോകത്തിലെ കൃഷ്ണം ച രാമം ച എന്ന് പറയുമ്പോൾ അതിന് 2 അർത്ഥങ്ങൾ ആചാര്യന്മാർ കൊടുക്കുന്നുണ്ട്. സനാതന ഗോസ്വാമി കാരണം വിചാരിച്ചു ഈ സഹായികൾ ഭൃത്യര് അവർ ഇത്രയും ശക്തനായിട്ടുള്ള ബലരാമൻ ഈ സിമ്പിളായിട്ട് നമ്മുടെ യജമാനെ കൊന്നല്ലോ. അപ്പോൾ ബലരാമനെ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ ഭേദം, ആക്രമിക്കുന്നതിനേക്കാൾ ഭേദം ആളുടെ അന്യപ്പുറത്തിരിക്കേണ്ട ചെറിയ കുട്ടിയാണ്, കുറച്ചുകൂടി ചെറുതാണ്, അതിനെന്തായാലും ഒരു ശക്തി കാണില്ല, ഉറപ്പാണ്. അപ്പം ആദ്യം ആ കൃഷ്ണനെ ഇങ്ങോട്ട് ആക്രമിക്കുക. കൃഷ്ണൻ ആരാണെന്നും അറിയില്ല, കൃഷ്ണനാണെന്നും അറിയില്ല. എന്നാലും അത് കാണുമ്പോൾ രണ്ടാമത്തെ ആള് കുറച്ചും ബലം കുറവായിട്ട് തോന്നും, കുറച്ചും ചെറുതാണ്. എന്നാൽ ഉടനടി നമുക്ക് അയാളെ ആദ്യം കഴിക്കാം എന്ന് വെച്ചിട്ട് നേരെ അറ്റാക്ക് ചെയ്യാണ്. അതൊരു കാരണം പറയുന്നുണ്ട്. പിന്നെ വേറെ പറഞ്ഞ ബലരാമനെ അറ്റാക്ക് ചെയ്യാൻ വന്ന, പക്ഷേ കൃഷ്ണൻ ഇടയിൽ കയറി. കാരണം ഇത്രയും കുറേയധികം ആൾക്കാർ ഒരുമിച്ച് വരികയാണ്. 10,000-കണക്കിനുള്ള കഴുതകൾ ഒരുമിച്ച് വന്നിട്ട് ബലരാമനെ ആക്രമിക്കുമ്പോൾ കൃഷ്ണനിടയിൽ ബലരാമന് സഹായത്തിന് എത്തി എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ബലരാമൻ കൃഷ്ണനെ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ കൃഷ്ണനെ സഹായിക്കാനായിട്ട് കൃഷ്ണനെ കൂടി. എന്തിനായാലും ഇപ്രാവശ്യം യുദ്ധം നടത്തുന്ന 2 പേരും ഒരുമിച്ചാണ്. ആദ്യം ബലരാമൻ ഒറ്റയ്ക്ക് ധനുകാസുരന്റെ വധം നടത്തി. ഇപ്പോൾ ആളുടെ സഹായികൾ ഭൃത്യരെല്ലാം കൂടി ഒരുമിച്ച് കൃഷ്ണനെയും രാമനെയും ആക്രമിച്ചപ്പോൾ അവരെങ്ങനെ നേരിട്ടു. എങ്ങനെയും നേരിട്ടത്? താംസൻ ആപതത കൃഷ്ണോ രാമേശ്ച നിർവലീലയ ഗൃഹീത പശ്ചരണാം പ്രഹിനോദ പിരണരാജസു. O king, as the demons attacked Krishna and Balarama, easily seized them one after another by their hind legs and threw them all into tops of palm trees. What a simple letter. നമ്മൾ ഈ പണ്ടൊക്കെ വൈക്കോലാണ് ലോറിയുടെ മുകളിൽ ഇടും, അല്ലെങ്കിൽ സാധനം കാണാൻ പറ്റും. വൈക്കോല വലിയ വെയിറ്റ് ഇല്ലാത്തതാണോ, അതിന് ഡും താഴോട്ടിടും. അങ്ങനെ ഒരു വെയിറ്റ് ഇല്ലാത്ത സാധനം, വെയിറ്റ് കുറഞ്ഞ സാധനം വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേപോലെയാണ് ഇപ്പോൾ കൃഷ്ണനും ബലരാമനും എങ്ങനെയാണ് ഒരേ തരത്തിൽ, എങ്ങനെയാണോ ധേനുകാസുരനെ ബലരാമൻ വധിച്ചത്, അതേ രീതിയിൽ തന്നെ അവർ ഓരോ അസുരന്മാരെയും പിൻകാല് കയറി പിടിച്ച് 4 ചുഴറ്റിട്ട് നേരെ മരത്തിന് മുകളിൽ കയറിയാണ്. അവർ പ്രത്യേക രീതിയിൽ വധാണ്. ചുഴറ്റിൽ തന്നെ അവരുടെ ജീവൻ പോയി, ജീവൻ പോയി, പ്രാണവായു പുറത്തുപോയി. പിന്നെ മരത്തിൽ തട്ടുമ്പോൾ അതിൻ്റെ ഷാർപ്പായിട്ടുള്ള കൂർത്ത കൊമ്പുകൾ തട്ടിയിട്ട് അതിൻ്റെ ദേഹത്തിൽ ദഹനം കീറിപ്പൊളിഞ്ഞ് അതെല്ലാം വളരെ രക്തസ്രാവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം മരങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഒരു മരം പൊട്ടി മറ്റേ മരത്ത് വീണു, അത് പൊട്ടി, അങ്ങനെ മരങ്ങളെല്ലാം പൊട്ടി. അതിന് ഇയാളുടെ ഭയങ്കര ശക്തിയുള്ള ആളാണ് ധനുകാസൻ. ഏതായാലും ഈ അസുരന്മാരെയും സഹായികളായിട്ട് വന്ന ആൾക്കാരെയും ഇതേ രീതിയിൽ തന്നെ കൃഷ്ണൻ ബലരാമൻ വധിച്ചു. ചുഴറ്റി ഒറ്റയേറെ നേരെ മരത്തിൻ്റെ മുകളിലും അതിനേക്കാളുമ്പോൾ ഇവരുടെ ജീവൻ പോയി. പക്ഷെ മരത്തിന്റെ ആ കൂർത്തുള്ള മൂശയുള്ള കൊമ്പുകൾ തട്ടിയിട്ട് ഇവരുടെ ദേഹമെല്ലാം മുറിഞ്ഞ് മരണപ്പെട്ടു. ശ്ലോക ആ വർണ്ണിക്കുകയാണ് എങ്ങനെയാണ് ആ വധത്തിന്റെ ഭംഗി എങ്ങനെയാണ് പറയുന്നുണ്ട്. ഫലപ്രകാര സങ്കീർണം ദൈത്യദേഹേ ഗതാസുഭി രാജ ഭൂസാ താലാഗ്രേ ഘനേറിവാ നഭസ്തരം. The world then appeared beautifully covered with heaps of fruits and with dead bodies of the demons, which were entangled in the broken tops of the palm trees. Indeed,
The earth shone like the sky decorated with clouds. കാവ്യാത്മകമായിട്ടാണ് വർണ്ണിക്കുന്നത് വധവും അതിനുശേഷം ആ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ശവമാണ്. ഇപ്പൊ നമ്മൾ ആരെങ്കിലും ശവം മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയവും അറപ്പുണ്ടാവുള്ളൂ, അല്ലാണ്ട് ഭംഗിയായിട്ട് നമുക്ക് തോന്നില്ല. ഇതാണ് കൃഷ്ണൻ നമ്മുടെ വ്യത്യാസം. കൃഷ്ണൻ ബാക്കിയുള്ളത്, കൃഷ്ണൻ ഏത് കാര്യം ചെയ്താലും ശരി അത് വളരെയധികം അഴകുണ്ടാവും, അത് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. അതാണ് കൃഷ്ണൻ എന്ന് പറയാൻ കാരണം. എന്ത് ചെയ്താലും ശരി ഇത് വളരെയധികം ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിലാണ് ചെയ്യുക. ഇപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പാം ട്രീസിന്റെ മുകളിൽ ഇങ്ങനെ നീല നിറത്തിലുള്ള തുടുത്ത പഴങ്ങൾ ഇങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ മുകളിലേക്ക് ഈ കഴുതകളെ വലിച്ചെറിയാണ്. ആ കഴുതകൾ വലിച്ചെറിയുമ്പോൾ അതിന്റെ ശരീരത്തിൽ നിന്ന് കുട്ടിയെ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പഴങ്ങള് കടും നീല മേഘങ്ങളായിട്ടും ശരീരം രക്തം പുരണ്ട ശരീരം അല്ലെങ്കിൽ ഈ ശരീരം അവരുടെ വെട്ടിത്തിളങ്ങുന്ന ചുവന്ന മേഘങ്ങളായിട്ട് മാറണം. എല്ലാ മേഘമായിട്ട് കണക്കാക്കണം. മേഘമായിട്ട് തുലനം ചെയ്യുന്ന മേഘമായിട്ടാണ് കമ്പയർ ചെയ്യണ ഉപമ അങ്ങനെയാണ്. പക്ഷെ രണ്ട് തരത്തിലാണ് പഴങ്ങളും ശവശരീരങ്ങളും. പഴം എന്ന് പറയുമ്പോൾ കട്ടും നീല നിറത്തിലുള്ള ക്ലൗഡ്സ് വരെ അങ്ങനത്തെ ഉള്ള പഴമാണ്. ഇതാകട്ടെ ശവശരീരങ്ങളാട്ടോ ആണെങ്കിൽ എന്താണ് വെട്ടിത്തിളങ്ങുന്ന ചുവന്ന മേഘങ്ങളായിട്ട് കണക്കാക്കിയത്. അപ്പോൾ ഇവരുടെ കൃഷ്ണന്റെ ഏത് ചെയ്തിയും ഭൗതികമായിട്ടുള്ള കണക്കാക്കാൻ പറ്റില്ല. എല്ലാം അതീന്ദ്രിയമായിട്ടുള്ള പ്രവൃത്തിയാണ് കൃഷ്ണൻ ആക്ഷൻസ് എല്ലാം അങ്ങനെയാണ്. കൃഷ്ണനെ ഒരിക്കലും ഒരു ഭഗവാൻ ഏത് പ്രവൃത്തിയോ ഏത് കർമ്മം പോലും അത് ഭൗതിക തരത്തിലുള്ളതല്ല, എല്ലാം ആത്മീയ തരത്തിലാണ്. അതുകൊണ്ട് ഇങ്ങനത്തെയുള്ള കാര്യം ഒരു അസുരവധം നടത്തുമ്പോൾ, ഇപ്പൊ കാളിയവർദ്ധം നമുക്ക് കാണാൻ പറ്റും. അടുത്തത് ഇത് ഗംഭീരമായിട്ട് രസമായിട്ട് ഡാൻസ് ചെയ്തിട്ട് അപ്പൊ എന്ത് ചെയ്യുമ്പോഴും അതിന് അങ്ങേയറ്റം പെർഫെക്റ്റ് ആയിട്ടുള്ള കലാപരമായിട്ടുള്ള കാര്യം, കാവ്യാത്മകമായിട്ടും കലാപരമായിട്ടും വളരെ മുന്നിട്ട് നിൽക്കുന്ന, നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഭംഗിയാണ് ഭഗവാൻ ശരീരത്തിലുള്ള, ഭഗവാന്റെ കർമ്മങ്ങൾക്കുള്ള, ഭഗവാൻ ലീലകൾക്കുള്ളത് എല്ലാം. അതുകൊണ്ട് കൃഷ്ണനെ സംബന്ധിച്ച് കൃഷ്ണനാണ് ഓൾ അട്രാക്റ്റീവ്. കൃഷ്ണനെ സംബന്ധിച്ച് എല്ലാം അട്രാക്റ്റീവാണ്. കൃഷ്ണന്റെ മുഖം, കൃഷ്ണന്റെ ശരീരം, കൃഷ്ണന്റെ കണ്ണ്, കൃഷ്ണന്റെ മുടി, കൃഷ്ണനായിരിക്കുന്ന ആഭരണങ്ങള്, ഡ്രസ്സുകള്, ഇതിന്റെ ആയുധങ്ങള്. കൃഷ്ണനോട് ഇവിടെ ആയുധമൊന്നുമില്ല, പക്ഷെ കൂടെ അല്ലാതെ അങ്ങനെ എന്തൊക്കെയുണ്ട്, വസ്ത്രങ്ങള്, സകല സാധനവും ഭഗവാന്റെ അതീന്ദ്രിയമാണ്, എല്ലാം നമ്മളെ ആകർഷിക്കുന്നതാണ്. അതുകൊണ്ട് കൃഷ്ണനെ പൊതുവെ ഓൾ അട്രാക്റ്റീവ് എന്ന് പറയും. ഓൾ അട്രാക്റ്റീവ് ഇത് ഓൾ അട്രാക്റ്റീവ് രണ്ട് തരത്തിലാണ്. എല്ലാവരെയും ആകർഷിക്കുന്നു, അല്ലാണ്ട് കൃഷ്ണന്റെ എല്ലാ കാര്യങ്ങളും ആകർഷണീയമാണ്. കൃഷ്ണ പാസ്റ്റ് ടൈംസ് ആകർഷണീയമാണ്, ഡ്രസ്സ് ആകർഷണീയമാണ്, അതിൻ്റെ ഗുണങ്ങൾ ആകർഷണീയമാണ്, അതിൻ്റെ ശരീരത്തെ പറ്റി പറയേ വേണ്ട. അവൻ്റെ അടുത്ത ശ്ലോകത്തിൽ ഇനി പിന്നെ മുഴുവൻ തന്നെ പറഞ്ഞാണ്. അപ്പൊ അവിടെ വൃന്ദാവനത്തിൽ മുഴുവൻ കൃഷ്ണനെ ആന്തരമായിട്ട് അതീന്ദ്രിയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ശരീരവും നാവും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും വെച്ചിട്ട് വ്രജജനവാസികളുടെ മുഴുവൻ ഹൃദയം കീഴടക്കുകയാണ്. അവർ കൃഷ്ണനെ ഏറ്റവും വലിയ കലാകാരനായിട്ടും ഏറ്റവും വലിയ ആസ്വാദനായിട്ടും കണക്കാക്കുന്നു. കലാപരമായിട്ടുള്ള ഏത് കൃതി എടുത്താലും ശരി, ഏത് പെയിന്റിങ് എടുത്താലും ശരി, എന്തെടുത്താലും ശരി, ക്ലാസിക്കൽ ഫോം പുതിയ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം അതെല്ലാം 90% കൃഷ്ണൻ തന്നെയാണ്. മ്യൂസിക് ആയാലും ശരി, ക്ലാസിക്കൽ മ്യൂസിക് ആയാലും ശരി, ഹിന്ദുസ്ഥാനി മ്യൂസിക് ആയാലും ശരി, കർണാട്ടിക് മ്യൂസിക് ആയാലും ശരി, അത് മുഴുവൻ അല്ലെങ്കിൽ നല്ലൊരു ശതമാനം കൃഷ്ണൻ തന്നെയാണ്, വേറെ ആരുമല്ല. കാരണം കൃഷ്ണനെ വർണ്ണിക്കാതെ ഇരിക്കാൻ
ജീവാത്മാക്ക് കഴിയില്ല. കൃഷ്ണനെ സ്തുതിക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ല. അത്രയധികം ആനന്ദം അവർക്ക് നൽകുന്നതാണ് കൃഷ്ണനെ നമ്മൾ സ്തുതിക്കുമ്പോൾ, കൃഷ്ണനെ ആരാധിക്കുമ്പോൾ, കൃഷ്ണൻ ഭക്തിയോട് ചെയ്യും. കാരണം എന്തെടുത്താലും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഏറ്റവും പരിപൂർണമായിട്ടുള്ള ആനന്ദമാണ് കൃഷ്ണകാര്യം. അതുകൊണ്ട് ഇവിടെ കൃഷ്ണന്റെ ഈ ധനുകാസുര വധം വഴി ഭൂമി സൂര്യനെ പോലെ പ്രകാശിതമായി എന്ന് പറയും. ഡിസ്കഷൻ. അപ്പോൾ ഇത് കണ്ട് ദേവന്മാര് പറയുന്നുണ്ട്, തയോസ്തത് സുമഹത് കർമ്മ നിശമ്യ വിബുധാദയ മൂച്ചു പുഷ്പവർഷാണി ചക്രു വ്യാധ്യാനി തുഷ്ടു. Hearing of this magnificent feat of the two brothers, the demigods and other elevated living beings rained down flowers and offered music and prayers in glorification. ഇത് സർവരെ ആകർഷിച്ചു കഴിയുമ്പോൾ ഇവിടേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരെ മാത്രം ഗോപന്മാരുണ്ടാകില്ല, അങ്ങനെ ഉപരിതലങ്ങളിലിരിക്കുന്ന ആൾക്കാരെ പോലും, ദേവന്മാരെ, ഗന്ധർവന്മാരെ, പുരുഷന്മാരെ, കിന്നരന്മാരെ, അവരെ പോലും ആകർഷിച്ചു. എങ്ങനെ അവർക്ക് ആകർഷണമേ? കാരണം ഇവിടെ പറയുന്ന സനാതന ഗോസ്വാമി അവർ കൃഷ്ണ അത്രയും കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തില് ധേനുകാസനെയും ആയിരക്കണക്കിനുള്ള അസിസ്റ്റൻസിനെയും നിമിഷ നേരം കൊണ്ട് വധിച്ചു. അപ്പൊ എന്തുകൊണ്ട് കൃഷ്ണ അത് ചെയ്തു? കുറച്ച് സമയം എടുത്ത് ചെയ്യാലോ. ഇപ്പൊ ജംബാവനടുത്ത് യുദ്ധം ചെയ്യുമ്പോൾ 28 ദിവസം യുദ്ധം ചെയ്തു, മല്ല ചെയ്തു ജാമ്പവാനായിട്ട്. അത് കൃഷ്ണന്റെ എൻജോയ്മെന്റിന് വേണ്ടിയാണ്. ഇതെന്താ പ്രത്യേകിച്ച് ഇവിടെ ഗോപന്മാര് അവരെ ഭയങ്കരമായിട്ട് സ്തുതിച്ചിരുന്നു. ഈ ധേനുകാസൻ ഇത്രയും പരാക്രമിയാണ്, ഇത്രയും പവർഫുള്ളാണ്, എല്ലാവർക്കും അയാളെ പേടിയാണ്, അയാളുടെ ബലം വേണമെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, അത്രയും ബലമുള്ള ആളാണ് അവരേക്കും. അതുകൊണ്ട് ആരും അവിടെ അടുത്ത് പോവില്ല, എല്ലാവരും ഭയപ്പെട്ട് മാറിപ്പോവുകയുള്ളൂ. ഒരാൾ പോലും ആ ഭാഗത്ത് എത്തി നോക്കില്ല, മരത്തിലേക്ക് നോക്കുകയില്ല, പശുക്കളൊന്നും അവിടെ പോവില്ല. കാരണം അത്രയും ഭയാനകമായിട്ടുള്ള, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഗോപന്മാർ. ഇവരെ കുറിച്ച് വേറെ ആൾക്കാരെ പറഞ്ഞിട്ട് ഇയാളെ പറ്റി മാത്രമാണ് ഇത്രയും ഭയങ്കര പരാക്രമികമായിട്ടുള്ള ധേനുകാസനെ അത്രയും അയാളെടുത്തോളം കാലം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല കൃഷ്ണ, എന്നാൽ നിങ്ങൾക്ക് പറ്റും എന്നല്ലേ പറയുന്നുണ്ട്. പക്ഷെ കൃഷ്ണൻ ഇത് കാണിച്ചു കൊടുക്കുകയാണ്, ഇത്രയും നിങ്ങൾ വാഴ്ത്തുന്ന ധേനുകാസനെ 1/2 സെക്കൻഡിൻ്റെ ഉള്ളില് ബലരാമൻ തീർത്തു, 1/2 സെക്കൻഡിനുള്ളിൽ കൃഷ്ണൻ ബലരാമൻ ബാക്കിയെല്ലാവരും ചെയ്തു. അപ്പോൾ ഗോപന്മാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളത്. ഗോപന്മാർ വിചാരിച്ച് ഇത്രയും ശക്തിയുള്ള ആളെ കൃഷ്ണനെ, അയ്യോ എങ്ങനെയാണ് നമുക്ക് കൃഷ്ണനെ വിടുക? പക്ഷെ ഇവിടെ കൃഷ്ണൻ വളരെ സിമ്പിളായിട്ട് വധിച്ചു കൊടുത്തു. അതിൽ ഇത്രയും വേഗത്തിൽ ചെയ്തല്ലോ, അത്ഭുതപ്പെട്ടിട്ട് ദേവന്മാരെല്ലാം സ്തുതിച്ചു. അങ്ങനെ ഈ പാസ്റ്റ് ടൈം കഴിഞ്ഞിട്ട് കൃഷ്ണനും ഗോപന്മാരും കൂടി തിരിച്ചു വരികയാണ്. ഇവര് കഴിക്കുന്ന വളരെ സന്തോഷം. ബാക്കിയുള്ള ഗോപന്മാരെല്ലാം ബാക്കിയുള്ള ആൾക്കാരും എന്താ ചെയ്തു? തഥാ താലഫലാനി ആദൻ മനുഷ്യഗത സാധ്വസാം പശവശ്ചേരൂർ അതധേനുക കാനനേ. People now felt free to return to forest where Dhenuka had been killed, and without fear they ate the fruits of the palm trees. Also, the cows could now graze freely upon this grass there. അപ്പോൾ ഇവരെ വധിച്ചുകൊണ്ട് പഴം മാത്രമല്ല കിട്ടുന്ന ആ വലിയൊരു വനം, വലിയ വിസ്തൃതമായിട്ടുള്ള വനം മുഴുവൻ വിട്ടുകിട്ടാണ്. അപ്പൊ അവിടെ ചെന്ന് ഇനി സാധാരണ ആൾക്കാർക്ക് അവിടെ പോയിട്ട് സുഖിക്കാം. അത്രയും വലിയ മരങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്, അതൊന്നും നിറയെ ഫലങ്ങൾ കിട്ടും, അത് കഴിക്കാം, പശുക്കളെ മേയ്ക്കാൻ വിടാം, വളരെ പച്ചപ്പുല്ലുള്ള സ്ഥലമാണ്. അപ്പോൾ വലിയൊരു രാജ്യം കിട്ടിയ പോലെ അവർക്ക് തോന്നി. ഒരു രാജ്യം ചെറിയ രാജ്യത്തിന് ആക്രമിക്കുമ്പോൾ അതിലത്തെ ഫെസിലിറ്റീസ് മുഴുവൻ എടുക്കും, അതിന് വേണ്ടിയാണ് ആക്രമിക്കണം. ഇതേപോലെ ധനുവാസന്റെ
സ്വന്തം രാജ്യമായിട്ടുള്ള സാമ്രാജ്യ വനം, ആ വനത്തിൽ നിന്ന് ധനുകാസേനെയും അയാളുടെ നൂറുകണക്കുള്ള ഭൃത്യന്മാരെയും സിമ്പിളായിട്ട് വധിച്ചുകൊണ്ട് ആ ഇടം ജനവാസമാക്കിയാണ്. സാധാരണ ആൾക്കാർക്ക് ജീവിക്കാം. അപ്പോൾ സാധാരണ ആൾക്കാർ ഭയങ്കര ഹാപ്പിയായിട്ട് ചാടി വീണ് അവിടെ എല്ലാം ഉല്ലസിച്ച് തുടങ്ങി. പിന്നെ പഴങ്ങളെല്ലാം കഴിച്ചു തുടങ്ങി. വളരെ സന്തോഷമായിട്ട്. ഇത് ആചാര്യന്മാരോട് ഈ ലോ കാസ്റ്റ് പീപ്പിളാണ്, പുലിന്ദാസാണ് ഇത് ചെയ്തത്. ബാക്കിയുള്ള ഗോപന്മാരൊന്നും തൊഴിലില്ല. കാരണം അതിൻ്റെ മുകളിൽ ശവശരീരത്തിൻ്റെ കലപ്പുള്ള രക്തമെല്ലാം കിടന്നുകൊണ്ട് അത് വളരെ അശുദ്ധിയായിട്ട് കണക്കാക്കും. അപ്പോൾ കൃഷ്ണൻ അവരെ വിലക്കി വേണ്ട, ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞിട്ട് അവരെ കഴിക്കുന്നില്ല. പക്ഷേ സാധാരണ പുലികൃഷ്ണന്മാരെല്ലാം അവർ പറഞ്ഞ വർണ്ണാശ്രമത്തിന് പുറത്തുവാക്കാറില്ല. അവർ വളരെ സന്തോഷമായിട്ട് കഴിച്ചുപോയി. അതിനുശേഷം കൃഷ്ണൻ വൃന്ദാവനത്തിലേക്ക് തിരിച്ചു വരണം. കൃഷ്ണ കമലപത്രാക്ഷ പുണ്യശ്രവണ കീർത്തന സ്തൂയമാനോ അനുഗേ ഗോപേ സംഗ്രജോ വ്രജമ അവ്രജ. Then the lotus-eyed Lord Krishna, whose glories are most pious and to hear chant, returned home to Vrindavan with his elder brother Balrama. Along the way, the cowherd boys, his faithful followers, chanted his glories. കൃഷ്ണൻ തിരിച്ചു വരികയാണ്. ധനുകാസനെ വധിച്ച് അവിടെ എല്ലാം ശുദ്ധമാക്കി അത് ജനവാസമാക്കിയിട്ട് പശുക്കൾക്ക് മേയ്ക്കാനുള്ള സ്ഥലമായിട്ട് കൊടുത്തിട്ട് വലിയൊരു നേട്ടം. യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ജയിക്കുന്ന ആൾക്കാർക്ക് കുറേ നേട്ടം ഉണ്ടാവും. ഇതുപോലെ ജയിച്ചപ്പോൾ ഗോപന്മാർക്ക് വലിയൊരു സാമ്രാജ്യം കിട്ടിയ മാതിരിയായിരുന്നു. എല്ലാവിധം ഫെസിലിറ്റീസ് ഉള്ള ഒരു സാമ്രാജ്യം. അപ്പോൾ അതൊക്കെ കിട്ടി. അത് വളരെ സന്തോഷമായി. അപ്പോൾ കൃഷ്ണനെ വാഴ്ത്തുക, ഇത്രയും നമുക്ക് വേണ്ടി ചെയ്തതല്ല. അപ്പോൾ കൃഷ്ണനെ ഗ്ലോറിഫൈ ചെയ്യാനുള്ള ഒരു അവസരം കൂടി അവർക്ക് കിട്ടിക്കുകയാണ്. അവർ സാധാരണ എല്ലാം അവരെ വാഴ്ത്താറുണ്ട്. പക്ഷേ ഇങ്ങനെ പുതിയൊരു അവസരം കിട്ടിയപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കവിതകളെല്ലാം ചെയ്ത് കൃഷ്ണന്റെ ഹീറോയിക് ഡീഡ്സ് ഇന്നത്തെ ദിവസം സംഭവിച്ചു എന്ന് പറഞ്ഞ് അവരെ ഓൺ ദ സ്പോട്ട് എപ്പോഴും അവരെ കവിതകൾ ഉണ്ടാകും. ഗ്ലോറിഫൈ കൃഷ്ണനെ. അതിനുശേഷം കൃഷ്ണൻ എന്താണ്? തം ഗോർജാസ് ചുരിതകുണ്ടല ഭദ്ദഹാർഷ വന്യപശൂന രുചിരേക്ഷണ ചാരുഹാസം വേണും കുണന്തം അനുഗേ വഗീതകീർത്തിം ഗോപ്യോ ദിദിക്ഷദിശോ അഭ്യഗമൻ സമേത. Lord Krishna's hair powdered with dust traced by the cross was decorated with peacock feather and forest flowers. The Lord glanced charmingly and smiled beautifully, playing upon his flute, while his companions chanted his glories. The gopis all together came forward to meet him, and their eyes were very eager to see him. അപ്പോൾ കൃഷ്ണൻ തിരിച്ചു വരുന്ന രൂപമാണ് ഇവിടെ പറഞ്ഞത്. അതാരെ ഇത്രയും പ്രത്യേകത്തോടെ ഭയങ്കര സന്തോഷത്തോടെയും വളരെ ഉത്സാഹത്തോടെയും രൂപം നോക്കുന്ന ആരാണ്? ഇവിടുന്ന് ആദ്യത്തെ ഗോപിമാരാണ്. ഗോപന്മാർ കൃഷ്ണപ്പം തന്നെയായിരുന്നു. കൃഷ്ണപ്പം തന്നെയാണ് ഗോപന്മാർ. അപ്പോൾ തിരിച്ചു വരുന്ന അവരെ സംബന്ധിച്ചോളം അത്ര വലിയൊരു സ്പെഷ്യൽ ഒക്കേഷൻ അല്ല. സാധാരണ വീട്ടിൽ കൃഷ്ണപ്പം പോയി കൃഷ്ണപ്പം തിരിച്ചു വരുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ ഗോപിമാരെ സംബന്ധിച്ച് അങ്ങനല്ല. കൃഷ്ണൻ പോയി കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണനെ കാണുന്നത് പിന്നീടാണ്. ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും കൃഷ്ണനെ കാണാൻ പറ്റാത്തതുകൊണ്ട്, എന്തുകൊണ്ട് നീ ഞങ്ങൾക്ക് കണ്ണിന്റെ മുകളിൽ പോള തന്നു എന്ന് ചോദിച്ചാണ് ഗോപിമാര് ബ്രഹ്മാവിനോട്. അവർക്ക് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് പോലും ഭഗവാനെ വിട്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കൃഷ്ണൻ മണിക്കൂറോളം വനങ്ങൾ വിഹരിച്ച് തിരിച്ചു വരുമ്പോ ഗോപിമാരുടെ കണ്ണുകൾക്ക് അത് ഉത്സവമായിട്ട് മാറണം. ഇങ്ങനെ പറയുന്നുണ്ട്,
പൊട്ടിപ്പടലണഞ്ഞ നീണ്ട കാർക്കൂന്തല കൃഷ്ണന്റെ, നല്ല നീണ്ട കാർക്കൂന്തലുള്ള ഭംഗി, കറുത്ത കാർക്കൂന്തല കൃഷ്ണന്റെ, ചുരുണ്ട മുടി. അതിൻ്റെ ഉള്ളിൽ മുഴുവൻ എന്താണ്? പൊടി, പശുക്കളുടെ കുളമ്പിൽ നിന്ന് പൊടിയാണ് എടുത്തത്. ആസ് യൂഷ്വൽ ഡെക്കറേഷൻ എന്നാണ്, മയിൽപീലി ഉണ്ട്, പിന്നെ വനമാല കഴുത്തിട്ടുണ്ട്, മയിൽപീലി തലയിൽ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി കൃഷ്ണനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗുരുമാര്. അപ്പൊ ഇവിടെ കൃഷ്ണന്റെ ആ അതികോമളമായിട്ടുള്ള, അതിവിശേഷമായിട്ടുള്ള ലാവണ്യമുള്ള ആ ശരീരം നോക്കുന്നത് കിശോരികളായിട്ടുള്ള പെൺകിടാങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ട് ഇവര് ഇത്രയും ലസ്റ്റ് ഉള്ളവർക്ക്? ഇവർക്ക് സഹിക്കുന്നില്ല, കൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പറ്റുന്നില്ല ഒന്നും. പക്ഷെ അവര് കുറ്റം പറയാൻ പറ്റില്ല. ഇവിടെ പറഞ്ഞ ഇവരെല്ലാം ഭഗവാന്റെ അംശമാണ്, നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമാണ്. അതുകൊണ്ട് ഭഗവാന്റെ ഏറ്റവും സെർവൻസ് ആണ്. അപ്പൊ ഇത് കഴിഞ്ഞവൻ ഇതറിഞ്ഞാലാണ് ഗോപിമാര് ഇതെല്ലാം മുൻകൂട്ടി അറിയാം. ഗോപിമാർക്ക് അതാണ് മോസ്റ്റ് പ്യൂർ ഹാർട്ടഡ് ഓഫ് ഓൾ ഗ്രേറ്റ് സോൾ. എല്ലാ മഹാത്മാരിലും വെച്ചിട്ട് ഏറ്റവും പുണ്യമുള്ളതാണ്, അല്ലെങ്കിൽ അത്രയും പ്യൂറായിട്ടുള്ള, പുണ്യമല്ല പ്യൂറായിട്ടുള്ള വിശുദ്ധിയുള്ള ആൾക്കാരാണ് ഗോപിമാര്. സാധാരണ ആൾക്കാരല്ല. മഹാന്മാരുടെ ഇടയിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. കോടീശ്വരി മഹാമുനെ എന്ന് പറയുമ്പോൾ ആ കോടികളായിട്ടിരിക്കുന്ന ഭഗവാന്റെ, കോടാനുകോടികളായിട്ടുള്ള ഭഗവാന്റെ ഭക്തന്മാരെക്കാൾ എത്രയോ ഉയർന്നതാണ് ഗോപിമാരുടെ സ്ഥാനം. അത് നമുക്ക് മനസ്സിലാക്കാനോ വിളിച്ചു പറയാനോ അല്ലെങ്കിൽ ഇതാക്കാനോ വളരെ ബുദ്ധിമുട്ടാണ്. കൃഷ്ണനായിട്ടുള്ള നിഷ്പം എന്താണല്ലോ. അപ്പൊ അവര് വിവാഹം ചെയ്ത പെൺകുട്ടികളെയും ശരി, സാധാരണ ഒരു അംശത്തിന് ഭഗവാനെ സേവിക്കാനുള്ള അവസരം ഉള്ളതുകൊണ്ട് അവർ യാതൊരു മടിയില്ലാതെ നാണം കണ്ട്, പക്ഷെ മടിയുമില്ല, നാണം കൊണ്ടവര് അതിനെ എന്താ പറയുക, ഒന്നും ചെയ്യാത്ത അവസ്ഥ. നാണം ഉണ്ടവർക്ക്. എന്നാലും പക്ഷെ അവര് ആദ്യം കണ്ണുകൊണ്ട് അവർ കൃഷ്ണനെ കുടിക്കുകയാണ്. തേൻ പോലെ കൃഷ്ണന്റെ ശരീരം എങ്ങനെയാണോ അവർ കണ്ണുകൊണ്ട് കുടിക്കുകയാണ് പറഞ്ഞത്. അടുത്ത ശ്ലോകത്തില് അതിനെ കുറച്ചും വിസ്തരിച്ച് പറയുന്നുണ്ട്. അതല്ലേ, പീത്വാ മുകുന്ദ മുഖ അക്ഷിഭൃംഗേ സാരഥം അക്ഷിഭൃംഗേ താപം ജഹു വിരഹജം വ്രജയോഷിതോഹി അഗ്നി തത് സത്കൃതിം സമാധിഗമ്യ വിവേശ ഗോഷ്ഠാം സവ്രീദാഹ സവിനയം യദവാംഗമോക്ഷം. Vidya be like eyes, the women of Shradhana Mudavana drank the honey of the beautiful face of Lord Mukunda and thus separate themselves, and thus they gave up the distress they felt during the day because of separation of him. The glances filled with bashfulness, laughter and submission. Krishna, completely accepting these glances as a proper offering of respect, entered the golden age. പെൺകുട്ടികള്, ഗോപിമാര് രാവിലെ മുഴുവൻ ഭഗവാന്റെ വിരഹവേദന അനുഭവിച്ച് ഇപ്പൊ ഭഗവാനെ കാണുമ്പോ കണ്ണിന്റെ കോണിൽ കൂടെ കൃഷ്ണനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണനെ അരനിമിഷം പോലും കാണാതിരിക്കാൻ കഴിയുന്നില്ല അവർക്ക്. യുഗായുധം നിമിഷേന ചക്ഷുഷാമോ പവർഷായുധം. ഒരു അര സെക്കൻഡ് പോലും കൃഷ്ണനെ കണ്ടില്ലെങ്കിൽ യുഗങ്ങൾ നഷ്ടപ്പെട്ട പോലെയാണ്. ഇത് ചൈതന്യ മഹാപ്രഭുവിന്റെ ഫീലിംഗ് ആണ്, രാധാറാണിയുടെ ഫീലിംഗ് എന്നെല്ലാം. നമുക്ക് ഒരു വിഷയം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ കണ്ടീഷൻ സ്റ്റേറ്റില് നമുക്ക് ആയതുകൊണ്ട് ഇത്രയ്ക്കുണ്ടോ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ പോലും സ്ക്രിപ്റ്റേഴ്സ് മുറുകെ പിടിച്ചാൽ മതി. സ്ക്രിപ്റ്റേഴ്സിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ
അതിൽ വിവരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും ഗ്രഹിക്കാൻ പറ്റും. നമുക്ക് ഇപ്പോഴത്തെ ആ അവസ്ഥ എത്തിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അത് സത്യമാണ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ വലിയൊരു മുന്നേറ്റമാണ്. അപ്പൊ അവരെ ഗോപിമാര് രാവിലെ മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ വിഷമം അത് മുഴുവൻ ഇല്ലാതായി. ആൻഡ് അവരുടെ സൈഡ് ഗ്ലാൻസ് ഇങ്ങനെ കടാക്ഷം കൃഷ്ണൻ ചെയ്തുകൊണ്ടിരുന്നു. അതിൽ അത് മടിയുണ്ടായില്ല. പക്ഷേ ആ തിരിഞ്ഞു കാണാം. അതേ സമയത്ത് അവർക്ക് ആ എന്താണ് ലാഫർ അങ്ങേയറ്റം ഹാസ്യമായിട്ട് തോന്നുന്ന ഗോപിമാരുടെ കണ്ണുകൾ അത് ബാഷ്ഫുൾനെസ്, സങ്കോചം, ലാഫർ, ചിരി ആൻഡ് സബ്മിഷൻ. കംപ്ലീറ്റ് സബ്മിഷൻ, കൃഷ്ണ സബ്മിഷൻ ആയിട്ട് കൃഷ്ണ കംപ്ലീറ്റ്ലി ആക്സെപ്റ്റിംഗ് ദീസ് ഗ്ലാൻസസ്. കൃഷ്ണ അത് സ്വീകരിച്ചു. അവിടെ വിശ്വനാഥ ചക്രവർത്തി ചിലർ പറയുന്നുണ്ട് ഗോപിമാരുടെ കണ്ണുകൾ സ്വതന്ത്രമായിട്ട് ഗോപിമാരുടെ കൺട്രോളിൽ നിന്ന് നിയന്ത്രണത്തിൽ നിന്ന് സ്വതന്ത്രമായിട്ട് കണ്ണുകൾ പുറത്തേക്ക് പോകുന്നതാണ്. സാധാരണ കണ്ണ്, മൂക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളാണ്, അത് നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. പക്ഷെ ഇവിടെ ഇതൊരു വലിയൊരു എന്താ പറയാ റെവല്യൂഷൻ ഗോപിമാർ ചെയ്യണം. ഗോപിമാരുടെ കണ്ണുകൾ ചെയ്യണം. ഗോപിമാരുടെ അനുവാദം ഇല്ലാണ്ട് ഈ കണ്ണുകൾ സ്വയം ഭഗവാനെങ്കിലും ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മനസ്സിന് ഗോപിമാർക്കോ ഗോപിയുടെ മനസ്സിനോ ഈ ഇന്ദ്രിയങ്ങളെ, പ്രത്യേകിച്ച് കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിയില്ല. എത്ര ശക്തമായാലും ശരി നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് യതോ ഹി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിത ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി പ്രസവം മന. അതേപോലെ ഇതിപ്പോ നേരെ ട്രാൻസെൻഡന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഗോപിമാരുടെ കണ്ണുകൾ ആ ഗോപിമാരുടെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു വന്ന് ഭഗവാനെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം രാവിലെ മുഴുവൻ നീണ്ട വിരഹവേദനയുണ്ട്. ഒരു അരനിമിഷം പോലും യുഗങ്ങളായിട്ട് തോന്നുന്ന ആൾക്കൊക്കെ ഒരു 4 മണിക്കൂർ കൃഷ്ണനെ കാണാതിരിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് അത്രയധികം താപം അനുഭവിക്കും. അവരെപ്പോഴും കൃഷ്ണനെക്കുറിച്ച് മാത്രം ചിന്തിക്കും. കൃഷ്ണൻ ഇപ്പോൾ എവിടെയായിരിക്കും, കൃഷ്ണൻ എന്ത് ചെയ്യുന്നുണ്ടാവും, കൃഷ്ണൻ പശുക്കളെ മേച്ച് കിടക്കുന്നുണ്ടാവും, കൃഷ്ണൻ ഓടക്കുൾ വിളിക്കുന്നുണ്ടാവും, വഴിയിൽ വെച്ച് കുറച്ച് തടസ്സങ്ങളെ മാറ്റി കിട്ടുന്നുണ്ടാവും, ഇപ്പൊ കൃഷ്ണൻ കുട്ടികളുമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, അതെല്ലാം വേറെ എന്തെങ്കിലും പരാക്രമം കാണിക്കുന്നുണ്ടാവും. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അവര് കൃഷ്ണൻ എന്താ സ്ഥിതി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്. കൃഷ്ണൻ തിരിച്ചു വരുമ്പോൾ ഇമ്മീഡിയറ്റ് ഒറ്റൊരു ആശ്വാസം വരികയാണ് അവിടെ. ഇപ്പൊ അദ്ദേഹത്തിന്റെ ശരീരത്തെ മുഖത്തിലേക്ക് അവർക്ക് വളരെ ഫ്രീ ആയിട്ട് നോക്കാം. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കൃഷ്ണൻ ആ ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഗോപിമാര് ചിരിച്ചു, അവർക്ക് മന്ദഹസിച്ചു, ചിരിച്ചു ഒക്കെയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതില് ഈ പറഞ്ഞ മാതിരി ഇതിലാണെങ്കിൽ ലജ്ജയിൽ മുങ്ങിയിട്ടുള്ളതാണത്. ലജ്ജയുണ്ട്. പക്ഷെ ലജ്ജയോട് കാണുകയും ശരി, ഇവരുടെ ഈ നോട്ടങ്ങളും ഇവരുടെ ചിരിയും ഇവരുടെ സൗന്ദര്യവും ഇവരുടെ ജുബിലേഷനും സന്തോഷവും ഭഗവാൻ സ്വീകരിക്കുക. അതൊരു ഭഗവാനെ ആരാധിക്കുന്ന രീതിയിലാണ് ഭഗവാൻ സ്വീകരിക്കുന്നത്. ഈ സർവയജ്ഞാനം പ്രഭുരേവച്ച, പ്രഭു ഭോക്ത ഏവച്ച, രണ്ടിന്റെയും എല്ലാ യജ്ഞങ്ങളുടെയും ആസ്വാദൻ കൃഷ്ണനാണ്. തനിക്ക് അർപ്പിക്കുന്ന എന്തും ആസ്വദിക്കും കൃഷ്ണൻ. ഇപ്പൊ ഗോപിമാൻ അർപ്പിക്കുന്നത് ഇതാണ്. കൃഷ്ണ, ഞങ്ങളുടെ എന്താ പറയാ അത്രയും പ്രേമപൂർവമായിട്ടുള്ള ഞങ്ങളുടെ കണ്ണുകളാണ്, ഞങ്ങളുടെ ഈ ചിരിയാണ്,
ഈ ഞങ്ങളുടെ മന്ദഹാസമാണ്, ഞങ്ങളുടെ ഈ കടാക്ഷമാണ് ഞങ്ങൾക്ക് തരാനുള്ളത്. ഞങ്ങളുടെ വീട്ടിൽ വേറെ ഒന്നുമില്ല അങ്ങേ തരാൻ. പക്ഷെ ഇത് മുഴുവൻ ഞങ്ങൾ കൃഷ്ണനെ എങ്ങനെയാ ഒരു തടസ്സം, ഒരു സങ്കോചം, സന്തോഷത്തോടു കൂടിയിട്ട് തരാൻ തയ്യാറാണ്. അതൊരു അർപ്പണമായിട്ട് കൃഷ്ണൻ കണക്കാക്കണം. അപ്പൊ കൃഷ്ണൻ അത് എന്താ പറയാ, റെസിപ്രിക്കേഷൻ നടത്തുകയാണ്. കൃഷ്ണൻ അത് സ്വീകരിക്കുകയാണ്. ഇവരെല്ലാം യങ് ഗേൾസ്, മാരിഡ് ഗേൾസ് ആണ്, വിവാഹം ചെയ്യാത്തവരാണ്. പക്ഷേ ചക്രവർത്തി പറയുന്നുണ്ട്, ഇവര് ഈ വീടിട്ട് പറഞ്ഞു പറയും, നിങ്ങൾ എന്നെ തടയോ അതോ നിങ്ങൾ എന്നെ കൊല്ലുമോ ചോദിക്കണം ഗുരുമാര്. അല്ല, ചക്രവർത്തിയുടെ പാവപ്പെട്ട് പറയണം, നിങ്ങൾ എന്നെ തടയാൻ പോകുന്നുണ്ടോ അതോ നിങ്ങൾ എന്നെ കൊല്ലാൻ പോകുന്നുണ്ടോ? എന്ത് തന്നെയായാലും രണ്ടും നടക്കില്ല. ഞങ്ങൾ കൃഷ്ണനടുത്ത് തന്നെ പോകും. അപ്പൊ കൃഷ്ണൻ ഇത് സ്വീകരിച്ചപ്പോ ഇവർ ഭയങ്കര സന്തോഷം തോന്നാറ്. കൃഷ്ണൻ സ്വീകരിച്ചല്ലോ. അപ്പൊ ഇതാണ് ശൃംഗാരഭാവത്തിന്റെ ഏറ്റവും കിഷോര, പ്രേമകിഷോര ആ ഭാവം കൂടെയാണ്. കൃഷ്ണത്തെ എക്സ്പേർട്ടാണ്. കൃഷ്ണൻ എന്നുള്ള ഈ പറഞ്ഞ രസത്തിന്റെ, ശൃംഗാര രസത്തിന്റെ അധിപനായിട്ട് കൃഷ്ണൻ കണക്കാക്കുന്നു. ഇങ്ങനെയുള്ള പ്രേമസല്ലാപങ്ങൾ, റൊമാൻറ്റിക് ആയിട്ടുള്ള പ്രേമസല്ലാപങ്ങൾ നടത്താൻ കൃഷ്ണനെ പോലെയുള്ള ആൾക്കാർ, കൃഷ്ണനെ പോലെ ആരുമില്ല. വേറെ ആൾക്കാർ, ചില ആൾക്കാർ ചെയ്യും റൊമാൻറ്റിക് ആയിട്ട് ആക്കി. ഇപ്പൊ നമ്മൾ ഫിലിം എന്നിട്ട് കലാപുരം അത് കുറെ കാണാൻ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ആൾക്കാർ. കാസനോവ എന്ന് പറഞ്ഞ ഒരാളെ പറ്റി ഭയങ്കര ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന, ഗേൾസിനെ അട്രാക്ട് ചെയ്യണ കാസനോവ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ കാസനോവ ഒന്നും കൃഷ്ണ മുമ്പില് ഒന്നുമല്ല. മേരു പർവ്വത മുമ്പിൽ വെച്ച ഒരു ചെറിയൊരു മണിയാണത്. ഇവരുടെ ഈ ശൃംഗാരഭാവം എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ നമുക്ക് മനസ്സിലാകും, ഭാവങ്ങളിലും കൃഷ്ണനെ പോലെ കൃഷ്ണനെ കവച്ചൊക്കെ കഴിയില്ല. എല്ലാം ഭാവം കൃഷ്ണനുണ്ട്, സകല ഭാവങ്ങളും. അപ്പോ ഇതാണ് കൃഷ്ണനും ഗോപിമാരും തമ്മിലുള്ള, ചെറുപ്പക്കാരെ ഗോപിമാര് പോയിട്ടുള്ള സമ്മേളനം ഇങ്ങനെയാണ്. ഇതിന്റെ വിസ്താരം 31 അധ്യായത്തിൽ പഞ്ചദശാധ്യായത്തില് സ്റ്റാർട്ട് ചെയ്യും. അതവിടുത്തെ ഈ അധ്യായത്തിൽ തന്നെ, ഈ തന്നെ ബുക്കിൽ തന്നെ, വോളിമിൽ തന്നെ. അതിന് നമ്മൾ പ്രസിദ്ധമായിട്ടുള്ള ഗോപി ഗീതം എന്നാണ്. അപ്പൊ അതിലേക്കും എത്തിക്കുകയാണ്. പടിപടിയായിട്ട് നമുക്ക് നെട്ടിച്ചാടി അവിടേക്ക് പോകരുതെന്ന് അർത്ഥം. അതിന് നമ്മൾ ആചാര്യന്മാരെ നമുക്ക് വരുന്നത്, ഇതനുസരിച്ച് നമ്മൾ പടിപടിയായിട്ട് ശ്രീമദ് ഭാഗവതം പഠിക്കുക. 10ാം സ്കന്ധത്തിൽ എത്തുമ്പോൾ നമ്മുടെ ഒരുമാതിരി എല്ലാ കൺവേഷങ്ങളും നീങ്ങിയിട്ടുണ്ടാവും. ഇനി കാമപൂർണമായിട്ടുള്ള ചില ഭാഗങ്ങള് ഇവരുടെ 32ാമത്തെ അധ്യായത്തിനും 31ാമത്തെ അധ്യായത്തിനും മുമ്പ് പൂർണ്ണമായിട്ടും നമ്മളില്ലെങ്കിൽ അയാൾക്ക് മാത്രമേ ആസ്വദിക്കാൻ കഴിയൂ. അതിനുള്ള ശ്രമം നമ്മളെല്ലാം നടത്തുക. ഏറ്റവും നമ്മളെ സഹായിക്കുന്നത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ ഹരേ. ഹരേ കൃഷ്ണ. अधिकानां पावनेभ्यो वैष्णवेभ्यो नमः. अनंत कोटि वैष्णव वृंद की जय. नमः. जय श्रीला प्रभुपाद.